പുറത്തേക്ക് ഇറങ്ങിയാണ്. നമ്മുടെ കോഴിക്കോട് ലുലു മാള് വന്നിട്ട് ഒന്ന് പോകാണ്ടിരിക്കുന്ന മോശമല്ലേ. അപ്പൊ ഞാൻ ഇന്ന് ലുലു മാളിലേക്ക് പോവാണ്. ലുലുവിൻ്റെ പാർക്കിംഗ് ആണിത്. അപ്പം ഇത് പക്ഷേ എക്സിറ്റ് ആണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് യൂ ടേൺ അടിച്ചിട്ടാണ് നമുക്ക് എൻട്രൻസിലേക്ക് കയറാൻ. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മാങ്കാവാണ്. സെപ്റ്റംബർ 9 2024 സെപ്റ്റംബർ 9 ലുലു മാളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ്. ഓപ്പൺ ആയിട്ട് കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പോരാത്തതിന് ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. മാളിൽ നിന്ന് കുറച്ച് ദൂരം പോയിട്ടാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ വരുന്നത്. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ, അതിൻ്റെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളൊരു ഇതാണ് ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ലുലുവിനെക്കാട്ടിലും വലിയത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ആയിരിക്കും. ഇത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ലുലുവിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ലുലുവിലേക്ക് എന്ന് പറഞ്ഞല്ലോ ഒരുപാട് ദൂരം നടന്ന പോലെ കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇത്ര നടന്നിട്ട് എത്താത്ത പോലെ. അപ്പോൾ എന്തായാലും വെയിലൊന്നും കൊള്ളാണ്ട് നടക്കാനുള്ള സൗകര്യമുണ്ട്. ഒറ്റയ്ക്ക് നടക്കണം എന്ന് പറഞ്ഞാൽ എനിക്കൂടെ വാശി പിടിച്ച് അങ്ങനെ വിവേകൻ്റെ കൈയും പിടിച്ചിട്ട് നടക്കുകയാണ്. വിചാരിച്ച പോലെ തന്നെ ഇവിടെ നല്ല തിരക്കാട്ടോ. അങ്ങോട്ട് തിരിയാൻ പറ്റാത്ത അത്രയ്ക്കും ആൾക്കാരുണ്ട് ഇവിടെ. ലുലുവിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അതിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. ഇവിടെ വെച്ചാൽ നമുക്ക് വേണ്ട എല്ലാ വീട്ടു സാധനങ്ങളായിക്കോട്ടെ, നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഏരിയയിൽ അറബിക് ഫുഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അറബിക് സ്വീറ്റ്സ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരം കേക്കുകളും ഒക്കെ തന്നെ ഇവിടെ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഈ ബില്ലിങ്ങിൻ്റെ ഒരു സെക്ഷൻ കാണുമ്പോൾ അതാണ് വേണ്ടെന്ന് വെച്ച്. കാരണം അത്രയ്ക്കും വലിയ ക്യൂ ആയിരുന്നു തിരക്ക് കാരണം. ഇനിയിപ്പം ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകണം. അവിടെയാണ് ലുലു ഫാഷനൊക്കെ വരുന്നത്. ഇവിടെ ആണെങ്കിൽ നല്ല ഡ്രസ്സിൻ്റെയും ജ്വല്ലറിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഉച്ചയല്ലോ, അപ്പം നല്ല വിശപ്പുണ്ട്. ഇപ്പം ഫുഡ് കോർട്ട് വരുന്നത് 3rd ഫ്ലോറിലാണ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇനി വല്ലതും കഴിക്കണം. അങ്ങനെ നമ്മളിവിടുത്തെ ഫുഡ് കോർട്ടിലെത്തി. പക്ഷെ ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഭയങ്കര തിരക്കാണ്. ഒരൊറ്റ സീറ്റ് പോലും ഇവിടെ ഇരിക്കാനില്ല. അങ്ങനെ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മളെ ഗെയിമിംഗ് സെക്ഷൻ വരുന്നത്. അപ്പോൾ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഗെയിമിംഗ് സെഷനിൽ കുറച്ച് നേരം നിന്ന് നിക്കോസിനെ വണ്ടിയിലൊക്കെ കയറ്റി. പക്ഷെ തിരക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാക്കിയപ്പം പിന്നെയും സീറ്റും തപ്പിയിട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ അലഞ്ഞ് അവസാനം ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി. ഒന്നല്ല കേട്ടോ, ഞങ്ങൾ 5 ആളുണ്ട്. 5 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടി. അപ്പം ഞാളിരുന്നപ്പോൾ വിവേകനും നിവേയും കൂടെ പോയിട്ട് KFC ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. KFCയും പിസയും കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ KFC കിട്ടാൻ തന്നെ കുറേ ലേറ്റ്. അപ്പോൾ തൽക്കാലം ഇത് KFC മാത്രം കഴിച്ചിട്ട് ബാക്കി പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിക്കൂടിനുള്ള ഫുഡ് ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പം പുറത്ത് നല്ല മഴ. അപ്പോൾ വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്തു, ഒന്നുകൂടെ
മാളിനുള്ളിൽ തന്നെ കറങ്ങി, കുറച്ച് അവിടെല്ലാം കറങ്ങി, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പാർക്കിങ്ങിലേക്ക് പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് ഇവിടെ നമ്മൾ പോവാണ്. പിന്നീട് നമ്മൾ പോയത് നമ്മുടെ സ്വന്തം SM സ്ട്രീറ്റ്, അതായത് കോഴിക്കോടുകാരുടെ സ്വന്തം മിഠായി തെരുവിലേക്കാണ്. അവിടെ പാർക്കിംഗ് സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരെ വണ്ടി വെച്ചിട്ട് നമുക്ക് അടുത്തേക്ക് നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കുള്ള എൻട്രൻസ് കൂടിയല്ല അവിടേക്ക് പോയത്, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു വഴി കൂടിയാണ്. ഞങ്ങളിവിടെ വരും മുമ്പേ തന്നെ നല്ല തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. സാധാരണ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ മിഠായി തെരുവിലൊക്കെ ഭയങ്കര തിരക്കാണ്. പക്ഷെ സാധാരണ ഉണ്ടാകുന്ന അത്ര ഒരു തിരക്കൊന്നും ഇന്ന് കാണാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും ലുലു മാളിലേക്ക് പോയി കാണും. കോഴിക്കോട് മിഠായി തെരുവിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് കോഴിക്കോടുകാർക്ക് എന്തായാലും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കോഴിക്കോടിന് പുറത്തുള്ള ആൾക്കാരൊക്കെ കോഴിക്കോടേക്കൊക്കെ വരുമ്പോൾ കുറഞ്ഞ പൈസക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടോ. ചെരുപ്പാണെങ്കിലും ഡ്രസ്സായിക്കോട്ടെ, ഫാൻസി ഐറ്റംസ്, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങളും ഒക്കെ നമുക്ക് കുറഞ്ഞ വിലക്ക് ഇവിടുന്ന് കിട്ടും. ഞാൻ ഇവിടെയുള്ള ഒരു ഷോപ്പിൽ കയറി. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഇവിടുന്ന് ഒരു ജീൻസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ മിഠായി തെരുവിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുന്ന വഴിക്കുമ്പോഴൊന്ന് ബീച്ചിൽ കയറി. പക്ഷേ ബീച്ചിൽ അധികം സമയമൊന്നും നമ്മൾ നിന്നിട്ടില്ല കേട്ടോ, കാരണം ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. മഴ നല്ലോണം പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അധികം നേരമൊന്നും ഇവിടെ നിന്നിട്ടില്ല. അപ്പം ബീച്ചിൽ നിന്ന് കുറച്ച് നേരം നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവിടെ കുറച്ച് പോപ്കോൺ വാങ്ങി. അതുപോലെ തന്നെ വേറൊരു സാധനം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ഇത് കീഴൂർ ചന്തയിലുള്ള സമയത്ത് ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തു. അപ്പോൾ അതും വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്ന് അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഒരിടത്ത് മാറി നിന്നിട്ടാണ് ഇതൊക്കെ കഴിച്ചത്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് എവിടെയെങ്കിലും കയറിയിട്ട് ഒരു ഫുഡും കൂടെ കഴിക്കണം. കാരണം ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ വൈകുന്നേരം ഇനി ഉച്ചക്കത്തതും രാത്രിക്കത്തതും കൂടെ ഒരുമിച്ച് കഴിക്കണം. അങ്ങനെ കൊയിലാണ്ടി എത്തിയപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് കൂട്ടന് ഒരു ബേബി സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു എത്ര വിളിച്ചിട്ടും വരികയും തയ്യാറായില്ല. പിന്നെ ഞങ്ങൾ കുറേ സമയം കുറേ കളിച്ച് അവസാനമാണ് ഒരു എടുത്തത്. ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇനി പോവുകയാണ്. ഇനി ഇടയും കരുതില്ല, നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ.